ഹായ്, എല്ലാവർക്കും സുൽഫ ടക്സിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഡിസിഷൻസ് എടുക്കുന്നവരാണ്. എന്നാൽ അതിൽ ഭൂരിഭാഗവും ഫെയിലിയറിലേക്ക് പോകാറാണ് പതിവ്. എങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഡിസിഷൻ ഫെയിലിയർ ആണോ സക്സസ് ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയുക? പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ, എന്തെങ്കിലും നേടിയെടുക്കാൻ ഒരാൾ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം സഫലീകരിക്കാൻ ലോകം മുഴുവൻ അയാളോടൊപ്പം സഹായത്തിനായി ഉണ്ടാകും. നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ തന്നെയാണ് കഠിനാധ്വാനം ചെയ്യേണ്ടത്. നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ആദ്യം 4 കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ 4 കാര്യങ്ങൾക്ക് ഉത്തരം ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട്. അതിലൊന്ന്, ഞാൻ ഈ ഡിസിഷൻ എടുത്താൽ എനിക്ക് എന്ത് സംഭവിക്കും? 2, ഞാൻ ഈ ഡിസിഷൻ എടുത്താൽ എനിക്ക് എന്ത് സംഭവിക്കില്ല? 3, ഞാൻ ഈ ഡിസിഷൻ എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ ഈ ഡിസിഷൻ എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കില്ല? ഇങ്ങനെ 4 കാര്യങ്ങൾക്ക് നിങ്ങൾ ആദ്യം ഉത്തരം കണ്ടെത്തുക. ശേഷം നിങ്ങളെടുത്ത ഡിസിഷൻ ഏതും ആയിക്കോട്ടെ, അതിനെ ഇമാജിനേഷൻ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഒരു ഇമാജിനേഷനിലൂടെ നമ്മളുടെ ഡിസിഷൻ സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇമാജിനേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ഔട്ട്കം നമുക്ക് ലഭിക്കുകയും ചെയ്യും. നമ്മുടെ ഇമാജിനേഷൻ 3 പ്രോസസ്സിലൂടെ കടന്നു പോകണം. 1 വിഷ്വൽ, 2 ഓഡിറ്ററി, 3 കിനസ്തെറ്റിക്. വിഷ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനത്തെ നമുക്ക് ക്ലിയർ പിക്ചറായിട്ട് കാണാൻ കഴിയുക എന്നുള്ളതാണ്. ഓഡിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആ സമയത്ത് പലരും അഭിനന്ദിക്കുന്നുണ്ടാവും, പലരും നല്ല വാക്കുകൾ പറയുന്നുണ്ടാവും, അതെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക എന്നുള്ളതാണ്. 3-മത്തേത് കിനസ്തെറ്റിക്, നിങ്ങൾക്കത് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് തീരുമാനമെടുത്തു എന്ന് വിചാരിക്കുക. ഇനി ആ ഒരു ഡിസിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സിനെ കുറിച്ച് നിങ്ങളൊന്ന് ഇമാജിനേഷൻ ചെയ്യുക. നിങ്ങൾ വീഡിയോസ് എടുക്കുന്നത്, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള ഐറ്റംസ് വാങ്ങുന്നത്, ഇതെല്ലാം നിങ്ങളുടെ ഇമാജിനേഷനിൽ ഉണ്ടാവണം. നിങ്ങളുടെ ഇമാജിനേഷനിൽ നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കുന്നത്, നിങ്ങളുടെ പൊസിഷൻ മാറുന്നത്, സമൂഹത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സ്ഥാനങ്ങൾ മാറുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ പിക്ചറായി കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് നിങ്ങൾ ഒരുപാട് പേര് അഭിനന്ദിക്കുന്നുണ്ടാവും, അതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതോടൊപ്പം ആ സമയത്ത് ഉണ്ടാകുന്ന ഫീലിങ്സ് ഇമാജിനേഷൻ്റെ സമയത്തും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, യെസ്, ദാറ്റ് ഈസ് ഗുഡ് ഡിസിഷൻ. ഇനി ഈ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് ക്ലിയർ പിക്ചർ ഒന്നും തന്നെ കിട്ടുന്നില്ലെങ്കിൽ ആ ഡിസിഷൻ ഫെയിലർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലരും ഇമാജിനേഷൻ ചെയ്യും, പക്ഷേ ഡിസിഷൻ എടുത്ത് കഴിയുമ്പോൾ വീണ്ടും ഫെയിലിയറിലേക്ക് എത്തുന്നു. എന്തുകൊണ്ടായിരിക്കാം അത്? പലരുടെയും ഇമാജിനേഷനിൽ ഓഡിറ്ററി എന്നുള്ള പ്രോസസ്സ് കടന്നു പോകുന്നില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർ അഭിനന്ദിക്കുന്നതും മറ്റുള്ളവരുടെ വാക്കുകൾ എല്ലാം നമുക്ക് കേൾക്കാൻ കഴിയണം നമ്മളുടെ ഇമാജിനേഷനിലൂടെ. അങ്ങനെയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സോ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഓഡിറ്ററി, വിഷ്വൽ, കിനസ്തെറ്റിക്, ഇങ്ങനെ 3 പ്രോസസ്സ് കടന്നു പോകുന്നത് തന്നെയാണ്. ഇനി നിങ്ങൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഇമാജിനേഷനിലൂടെ നിങ്ങളുടെ ഡിസിഷനെ ഒന്ന് കണ്ടു നോക്കൂ. വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു വീഡിയോ ഉപകാരമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.